അപ്പൊ പലരും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് നത്തിങ് ഫോൺ 1 ആണെങ്കിൽ ഐഫോണുമായിട്ട് ഇപ്പം കമ്പീറ്റ് ചെയ്യാനൊക്കെ പോവുകയാണ്. ഇത് ഐഫോണുമായിട്ട് മുട്ടാൻ പറ്റുമോ ഇല്ല എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നത്തിങ് ഫോൺ 1 പറ്റിയുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ഫ്ലാഗ്ഷിപ്പ് കില്ലറൊക്കെ ആണെന്ന്. ഇത് ശരിക്കും പറഞ്ഞ ഒരു മിഡ് റേഞ്ച് ഫോണൊക്കെയാണ്. അപ്പൊ 30,000 രൂപയോടൊക്കെ ആയിരിക്കും ഈ ഫോണിന്റെ ഒക്കെ പ്രൈസിങ് ഇത് ലോഞ്ച് ആവുകയാണെങ്കിൽ. ആദ്യത്തെ സെയിൽ ഇവിടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ ഇതിന്റെ പ്രീ ഓർഡറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലർക്കൊക്കെ ഇതിന്റെ ഇൻവൈറ്റ്സ് ഒക്കെ എത്തുന്നൊക്കെ ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് ഇപ്പം. പിന്നെ ഇതിപ്പോ പതുക്കെ ഫ്ലിപ്കാർട്ടിലോട്ടൊക്കെ വരും, അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു മിഡ് റേഞ്ച് ടൈപ്പ് ഫോണാണ്. ഇപ്പൊ 2 വർഷം മുമ്പ് വൺ പ്ലസ് നോഡൊക്കെ ലോഞ്ച് ചെയ്തായിരുന്നു. അതുപോലത്തെ ആ ഒരു ടൈപ്പ് ഫോണൊക്കെയാണ് ഇത്. ഇവിടെ നിങ്ങൾ ചിപ്സെറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് സ്നാപ്ഡ്രാഗൺ 778G പ്ലസിന്റെ 5G ചിപ്സെറ്റ് ഒക്കെയാണ്. ഇത് വലിയ ഫ്ലാഗ്ഷിപ്പ് ടൈപ്പ് ഒന്നും അല്ല, പക്ഷെ ഇതും അത്യാവശ്യത്തിന് നല്ലതൊക്കെയാണ് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ. പിന്നെ ഇവിടെ ക്യാമറാസിനെ പറ്റിയൊക്കെ പലരും ഒക്കെ പറയുന്നുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾക്ക് നല്ല ഒരു ക്യാമറ ആയിരിക്കും ഈ ഒരു ഫോണിനകത്തൊക്കെ വരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 50 MP റിയർ ക്യാമറയാണ് ഉള്ളത്. പിന്നെ 16 MP അൾട്രാ വൈഡ് ഒക്കെ ഉണ്ട്. ഇതിനാൽ നിങ്ങൾക്ക് 4K 60 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നല്ലൊരു ക്യാമറ ആണെന്നൊക്കെ ഇവിടെ എല്ലാവരും പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ 16 MP നിങ്ങൾക്ക് സെൽഫി ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ അതുമല്ലാതെ ഈ ഫോണിന്റെ ലുക്സ് ആണ് മെയിൻ എല്ലാ സംഭവങ്ങളും. അപ്പൊ ലുക്സിനകത്ത് ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾക്ക് ഗ്ലിഫ് ഇന്റർഫേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ റിംഗ് ടോൺ അനുസരിച്ചിട്ട് ഓരോ ഈ ലൈറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ ഫോണൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ ആ ബാക്ക് ലൈറ്റും ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ വെള്ള കളറിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ബാക്കിൽ. അപ്പൊ ഇതൊരു അട്രാക്റ്റീവ് ഒരു ടൈപ്പ് ഡിസൈൻ ഒക്കെയാണ്. പക്ഷെ പല ഫോണുകളിനകത്തും ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എല്ലാം തന്നെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം പോക്കോ F3 GTക്കകത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫീച്ചർ ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പല ഈ ഗെയിമിംഗ് ഫോണുകളിനകത്തുണ്ട്. അസൂസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഷവോമിയുടെ ആയിക്കോട്ടെ, പല ഗെയിമിംഗ് ഫോണിനകത്തും ഇതുപോലത്തെ എല്ലാം തന്നെ ലൈറ്റിംഗിന്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ലൈറ്റിംഗ് തന്നെ ഇവിടെ 900 LED ലൈറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. MKBHD. അപ്പൊ MKBHD ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ MKBHD ഒക്കെ പണ്ട് പോലെ ഫോണൊക്കെ കിട്ടിയതായിരിക്കും, ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. മാർക്കറ്റിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ലൈറ്റിങ്ങിന്റെ ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലായിരിക്കും. പിന്നെ ഇവിടെ ബാറ്ററി പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് ഒക്കെ ആയിരിക്കും. ഇത് ഇപ്പൊ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ഒരു 4500 mAh. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണൊക്കെ ഇവിടെ ഇപ്പം സപ്പോർട്ടൊക്കെ ചെയ്യും. പക്ഷെ ബോക്സിൽ നിങ്ങൾക്ക് ചാർജർ ഒന്നും തന്നെ ഇല്ലായിരിക്കും. ഇതാണ് വേറെ സമയം. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലായിരിക്കും, അതും വേറെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 6.5 ഇഞ്ചിന്റെ നിങ്ങൾക്ക് FHD പ്ലസ് സ്ക്രീൻ ഒക്കെയാണ് ഉള്ളത്. ആമോലെഡ് സ്ക്രീൻ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ഏകദേശം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഡിസൈൻ ഒക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് ഹോൾ പഞ്ച് ഒക്കെ ആയിട്ട് നല്ലൊരു സ്ക്രീൻ ആണെന്നൊക്കെ ഇവിടെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ലുക്സും നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ സൈഡിനകത്ത് iPhone 12 പോലത്തെ ആ ഒരു ഡിസൈൻ ഒക്കെയാണ്. നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് സ്ക്വയറി സൈഡ്സ് ഒക്കെയാണ്, മെറ്റാലിക് ആ ഒരു സ്ക്വയറി സൈഡ്സ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് iPhone 12 ആയിട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ചെറിയ ഒരു ഛായൊക്കെ ഉണ്ട് ആ ഒരു ഫോണിന്. പിന്നെന്ന് വെച്ചാൽ ഈ ഫോൺ റിവേഴ്സ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് അറിയാം സാംസങ്ങിന്റെ ഫോണിനകത്ത് റിവേഴ്സ് ചാർജിങ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഫോണും നിങ്ങൾക്ക് റിവേഴ്സ് ചാർജിങ് ഒക്കെ തന്നെ ഈ ഫോണും സപ്പോർട്ടൊക്കെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നത്തിങ്ങിന്റെ വല്ലതും അല്ലെങ്കിൽ വേറെ ഇപ്പം ഏതെങ്കിലും ബ്രാൻഡിന്റെ ഇയർഫോൺ ഒക്കെ നിങ്ങൾ ആ ഫോണിന്റെ ബാക്ക് സൈഡിൽ വെക്കാൻ നോക്കും, ഇയർഫോൺ ഇവിടെ ചാർജ് ആകാനൊക്കെ സ്റ്റാർട്ട് ആവും. അപ്പൊ ഇതുപോലത്തെ എല്ലാം തന്നെ ഓപ്ഷൻസ് ആണ് ഈ ഫോണിലൊക്കെ വരാൻ പോകുന്നത് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ തന്നെ. പിന്നെ നിങ്ങൾക്ക് അറിയാം ഒബ്വിയസ്ലി ഇവിടെ വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ബ്ലോട്ട് വെയർസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റോക്ക് UI പോലെയൊക്കെ ആയിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് നത്തിങ് OS ഒക്കെയാണ്, നല്ലൊരു ക്ലീൻ ഒക്കെ ആയിരിക്കും ഈ ഫോണിന്റെ ഒക്കെ UI. നിങ്ങൾക്ക് അഡീഷണൽ ഇവിടെ ബ്ലോട്ട് വെയർസ് ഒന്നും ഇല്ലായിരിക്കും. ഓവറോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫോൺ നല്ലതൊക്കെയാണ്. പിന്നെ പലരൊക്കെ പറയുന്നുണ്ട് ഈ ഫോണിന്റെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ നല്ലതായിരിക്കും ഇപ്പൊ ഗെയിമിങ്ങിനകത്തൊക്കെ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഫോണിനെ പറ്റി. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഫോണൊക്കെ ലോഞ്ച് ആയാലേ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഈ ഫോണൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ആദ്യമൊക്കെ നല്ല ഇപ്പൊ നിങ്ങളുടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ആപ്പൊക്കെ ലോഞ്ച് ആവുകയാണെങ്കിൽ അതിങ്ങനെ ക്രാഷ് ആവുന്നു. അപ്പൊ പല ഇഷ്യൂസ് ഒക്കെ വന്നേക്കാം. ഈ ഒരു ബ്രാൻഡിന്റെ ആദ്യത്തെ ഫോണൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പല ഇഷ്യൂസ് ഒക്കെ ഇതിനകത്തൊക്കെ വന്നേക്കാം. സോഫ്റ്റ്വെയർ ഗ്ലിച്ച് പല സംഭവങ്ങളൊക്കെ ഈ ഫോണിനകത്തൊക്കെ വരാൻ ഇപ്പം സാധ്യതകളൊക്കെ ഉണ്ട്. എന്റെ ഒരു റെക്കമെൻഡേഷൻ ആണ്, നിങ്ങൾ ആദ്യമേ കയറി ചാടി കയറി
ഫോണൊന്നും മേടിക്കണ്ട, ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിൽ വല്ല ഈ ഫോണിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, എന്തെങ്കിലും ഇപ്പൊ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഉണ്ടോ, ഇപ്പം എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടോ ഇപ്പൊ ഒന്നും തന്നെ നമുക്കിവിടെ പറയാനാവത്തൊന്നുമില്ല. അപ്പൊ ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണിലോട്ടൊക്കെ പോയി, ഇത് ഇപ്പം നത്തിങ്ങിന്റെ ആദ്യത്തെ ഫോണൊക്കെയാണ്, ഇതിപ്പോ ഒരു ഐഫോണോ ഇപ്പൊ സാംസങ്ങിന്റെ ഫോണായിരുന്നെങ്കിൽ ഞാനിപ്പോ പറഞ്ഞായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷെ ഈ ഒരു ബ്രാൻഡിന്റെ ഫസ്റ്റ് ഫോണൊക്കെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ ഫോൺ ഒരു ടാക്ടിക് ഇവിടെ എല്ലാം ഉപയോഗിക്കാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ആദ്യം ഇവര് ഹയർ വേരിയൻസ് ഒക്കെ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പൊ 256GB 12GB റാം വേരിയന്റ്, പിന്നെ 256GB 8GB റാം വേരിയന്റ്, പിന്നെ 128GB വേരിയന്റ് അവർ പിന്നെ ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ 3 വേരിയൻസ് ആണ് ഈ ഫോണിന്റെ ഉള്ളത്. അതിന് തന്നെ ഇവര് ഈ ഹയർ വേരിയൻസ് ഒക്കെ ലോഞ്ച് ചെയ്യാനാണ് ഇവിടെ ഇപ്പൊ സാധ്യതകളൊക്കെ കാണുന്നത്. അതോടെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ പ്രൈസിങ് ഇവിടെ 35,000 റേഞ്ചിലൊക്കെ പോകാൻ സാധ്യതകളുണ്ട്. അപ്പൊ ഇതാണ് ഓവറോൾ നത്തിങ് ഫോണിന് 1നെ പറ്റി. അപ്പൊ ഏകദേശം ഒരു നല്ല ഫോണൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചതൊക്കെ നോക്കുമ്പം. അപ്പൊ ഒരു യൂണീക്ക് ഒക്കെയാണ് ഇതിന്റെയൊക്കെ ഡിസൈൻ. അത് ബാക്കി എനിക്കൊന്നും യൂണീക്ക് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇതിന്റെ ഡിസൈൻ വിട്ടിട്ട് ആ ഒരു ലൈറ്റിങ്ങും ഇതുമൊക്കെ, ലൈറ്റിങ്ങും അതൊക്കെ വേറെ ഫോണുകളിനകത്തൊക്കെ ഉണ്ട്, പല ഫോണുകളിനകത്തൊക്കെ ഉണ്ട്. ഇത് ഇപ്പം ആദ്യത്തെ ഫോണൊന്നുമല്ല, പക്ഷെ ഇത് ഒരു സുന്ദരമായ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നത്തിങ് ഫോണിനെ പറ്റി? നിങ്ങൾക്ക് ഇവിടെ കമന്റ് ഇട്ട് പറയാൻ പറ്റും. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.